ഹലോ മൈ ഡിയേഴ്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൺ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1.5 കിലോ മട്ടൺ എടുത്തിട്ടുണ്ട്. നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ടേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, പെപ്പർ പൊടി, പിന്നെ തക്കാളിയും ഉള്ളിയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളിയും, പച്ചമുളക്, പിന്നെ കട്ട തൈരായിരിക്കണേ, പുളിയില്ലാത്തത്, പിന്നെ ലെമണും, പിന്നീട് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമ്മൾക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തു വെക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. പിന്നെ ഇത് കുക്കറിൽ വേവിക്കുന്നതായിരിക്കും നല്ലത്. ഇത് ചിക്കൻ പോലെ അല്ലല്ലോ, കുറച്ച് വേവുള്ളത് കാരണം കുക്കറിൽ വേവിക്കുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ അതിനാവശ്യത്തിലുള്ള വെള്ളവും ഒഴിച്ചിട്ട് നമ്മൾക്ക് ഇത് വേവിച്ചെടുക്കാം. പിന്നെ അരി വേവാനുള്ള വെള്ളവും നമുക്ക് റെഡിയാക്കാം. സ്പൈസസും ഉപ്പൊക്കെ ഇട്ടിട്ട് തിളയ്ക്കാൻ വെക്കാം. അത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. പിന്നെ ബാസ്മതി റൈസാണ്, ഞാൻ 4 ഗ്ലാസ് റൈസാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 20%, 20% വെന്താൽ മതിയാവും. പിന്നെ ലെമൺ ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ പുതിന ഇലയും കൂടി ഇടാം. അതിന്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 20% വെന്തിട്ട് ബാക്കി നമ്മൾക്ക് പിന്നെ മട്ടൺ വെന്ത വെള്ളത്തിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ദമ്മ ബിരിയാണി അല്ല കേട്ടോ, നോർമലായിട്ട് ഉണ്ടാക്കുന്ന ബിരിയാണിയാണ്. അങ്ങനെ ഒരു 20% ഇത് വെന്ത് കിട്ടി. ഇനി നമുക്ക് വെള്ളം വരാൻ വേണ്ടി ഇതിലോട്ടേക്ക് വെക്കാം. ഇനി നമ്മൾക്ക് മട്ടൺ റെഡിയാക്കാൻ വേണ്ടിയിട്ട് മട്ടന്റെ ഗ്രേവി റെഡിയാക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് വേറെ ഒരു പാത്രത്തിലോട്ടേക്ക് നമ്മൾക്ക് ഈ മസാലക്ക് വേണ്ടിയുള്ളത് റെഡിയാക്കി എടുക്കാം. അതിന് ആദ്യം എണ്ണ ഒഴിച്ച് സ്പൈസസ് ഇട്ടിട്ട് പിന്നെ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ 5 വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലോട്ടേക്ക് പുതിനയിലയും പിന്നെ ഒരു അരപ്പ് റെഡിയാക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ. അപ്പൊ അതിന്റെ അരപ്പും കൂടി ഇതിലോട്ടേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് പച്ചമണം മാറി വന്നോട്ടെ. അതിനുശേഷം നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ അതും കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ഒന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നല്ലൊരു ഗ്രേവി ആയിട്ട് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ലൊരു ഗ്രേവി. അപ്പോ ഇനി ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മട്ടൺ, അതും ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഗ്രേവിയും മട്ടണും കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. രണ്ടും കൂടി നല്ലപോലെ ഒന്നിച്ച് വേവുമ്പം ഇതിലോട്ടേക്ക് അരിയും കൂടി ഇടുമ്പോൾ നന്നായിട്ട് ചോറൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം കുറച്ച് മട്ടൺ മസാലപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും പിന്നെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് തിളച്ചോട്ടെ, എല്ലാം കൂടി ഒന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് അരി അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് 20% വെന്തതാണല്ലോ, ബാക്കി 80% ഈ ഗ്രേവിയിൽ അങ്ങ് വേവുമ്പോൾ ചോറിന് നല്ലൊരു ടേസ്റ്റും കൂടിയാണ് കിട്ടുന്നത്. ഇത് ഗ്രേവി ആയിട്ട് കുറച്ച് ലൂസായിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇത് ദം ചെയ്യണം എന്നുള്ള ആവശ്യമില്ല. പകരം ഈ വെള്ളത്തിൽ തന്നെ അങ്ങ് വെന്തോളും. ഇതാ കണ്ടില്ലേ, പതുക്കെ ഇളക്കാൻ പാടില്ല. റൈസുകളൊന്നും പൊട്ടാത്ത പോലെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ റൈസുകൾ തമ്മിൽ പിടിക്കാതിരിക്കാൻ ഞാൻ ലൈം ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ വീണ്ടും പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം ഇളക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് അമർത്തി വെച്ച് കൊടുക്കാം. അതിനുശേഷം അടച്ചു വിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് വേവിക്കാൻ വെക്കാം. അപ്പൊ അങ്ങനെ എൻ്റെ ബിരിയാണി എല്ലാം ഇവിടെ റെഡി ആയിട്ട് വെള്ളമൊക്കെ വറ്റി ഗ്രേവിയൊക്കെ വറ്റിയിട്ട് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള ബിരിയാണി, അതുപോലെ തന്നെ വളരെ ടേസ്റ്റും കൂടിയാണ് ഇതിന്. ഇപ്പൊ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കാരണം വെച്ചാൽ ഈ മട്ടൺ വെന്ത വെള്ളത്തിലും ആ ഗ്രേവിയിലും എല്ലാം കൂടി ഈ റൈസ് ഇട്ടിട്ട് വെന്ത് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് മട്ടൺ ബിരിയാണിക്ക്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും എളുപ്പത്തിലും ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ബിരിയാണിയായത്. അപ്പോൾ പിന്നെ ദമ്മ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇതിന്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതുപോലെ നല്ല നല്ല റെസിപ്പികൾ വേണമെങ്കിൽ നിഷ വൈബ്സ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അപ്പൊ അത്രേ ഉള്ളൂ. താങ്ക് യു.